ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. IMCയുടെ കീഴിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 1 വർഷം അല്ലെങ്കിൽ 6 മാസ ഡിപ്ലോമ കോഴ്സിലൂടെ ഇനി നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. ഗവൺമെന്റ് ITI നിലമ്പൂർ. കരുളായി പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയും അനാസ്ഥയും മൂലം 2023-24 വർഷത്തെ പദ്ധതി വിഹിതത്തിൽ 4.5 കോടിയോളം രൂപ നഷ്ടപ്പെടുത്തിയ UDF ഭരണസമിതിയുടെ നടപടിക്കെതിരെ CPM കരുളായി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നു. പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി E. പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ അഭിമാനം, നമ്മുടെ നാടിന്റെ അഭിമാനം. സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് അതുതന്നെ DPC ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അംഗീകരിച്ച് 12 മാസങ്ങൾ പിന്നിട്ടിട്ടും 1 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും അത് വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ല, പൂർത്തീകരിച്ചിട്ടില്ല, അതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന സ്ഥിതിവിശേഷമാണ്. ഇതെങ്ങനെയാണ് ന്യായീകരിക്കാൻ സാധിക്കുക? ഭരണസമിതി അംഗങ്ങളെ ആരെങ്കിലും വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല. നോക്കൂ, നിങ്ങൾ നഴ്സറി കുട്ടികളാണ് ഭരണസമിതി അംഗങ്ങളെങ്കിൽ അവർക്ക് പോലും ചെയ്യാൻ കഴിയുമായിരുന്നത് ഇവിടെ കഴിഞ്ഞിട്ടില്ല എന്നല്ലേ തെളിവ് സഹിതം പുറത്തു വന്നിരിക്കുന്നത്? എന്ത് ന്യായമാണ് പറയാനുള്ളത്? 2023-24 പദ്ധതിയിൽ റോഡ് വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ച ഫണ്ടിൽ നിന്നും വെറും 18% മാത്രമാണ് ചെലവഴിക്കാനായത്. റോഡ് സംരക്ഷണ പ്രവർത്തികൾക്കായി സർക്കാർ നൽകുന്ന പദ്ധതിയിൽ 1,28 ലക്ഷം രൂപ ചെലവഴിക്കേണ്ടതിൽ 24 ലക്ഷം രൂപ മാത്രമാണ് ചെലവഴിച്ചത്. പഞ്ചായത്തിലെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ റീചാർജ് ചെയ്ത് ശരിയാക്കുന്നതിനും മറ്റുമുള്ള ഫണ്ടാണ് ഇങ്ങനെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടത്. പ്രൊജക്ട് തയ്യാറാക്കിയ റോഡുകളൊന്നും പ്രവൃത്തി നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് പഞ്ചായത്ത് നീങ്ങുന്നത്. 3 വർഷത്തോളമായി പഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ കത്തിക്കാൻ പോലും ഈ ഭരണസമിതിക്കായില്ല. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പും ഭത്തയും കൃത്യമായി നൽകാനും ഈ വർഷം കഴിഞ്ഞില്ല. ഇത്തരം ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനുമാണ് മാർച്ച് സംഘടിപ്പിച്ചത്. സ്ഥിരം സമിതി അധ്യക്ഷ PK റംലത്ത് അധ്യക്ഷത വഹിച്ചു. സ്ഥിരസമിതി അധ്യക്ഷൻ സിദ്ദിഖ് വടക്കൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പ്രിയ, ഹാരിസ്, അബ്ദുൾ മജീദ്, P. സുന്ദരരാജൻ, സലീം മൈലമ്പാറ, T. ഹുസൈൻ, സലീം മൈലമ്പാറ, T. സൈനുദ്ദീൻ, ബ്രാഞ്ച് സെക്രട്ടറിമാരായ നസാഖ്, VP അബ്ബാസ്, P. ഹരീഷ്, വാസിപ്പടി ജോസ്, വാരിക്കൽ ബാലസുബ്രഹ്മണ്യൻ, ആനിമോൻ, ബ്ലോക്ക് മെമ്പർ ഷെരീഫ്, പഞ്ചായത്ത് മെമ്പർ ഹസീന എന്നിവർ പങ്കെടുത്തു. ലോക്കൽ സെക്രട്ടറി P. ബാലകൃഷ്ണൻ സ്വാഗതവും P. മജീദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുളായി. BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DSAT നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തുംകടവ്, നിലമ്പൂർ.